രാവിലെ 4:30 മണിക്കാണ് യുവാക്കൾ ഈ ഒരു ഹോട്ടൽ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. 5 മണിയോടുകൂടി ഹോട്ടൽ തുറന്നതും പിന്നെ തള്ളിക്കയറ്റാണ്. പല ഭാഗത്തു നിന്നാണ് ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നും രാവിലെ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സീന് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. യുവാക്കളാണ് കേട്ടോ, യുവാക്കളും യുവതികളും. പ്രായമുള്ള ആളുകളൊന്നും ഈ ഒരു കൂട്ടത്തിൽ കണ്ടില്ല. എന്തായാലും ചില ആളുകൾക്കൊക്കെ ഇത് എവിടെയെന്ന് ഇപ്പോൾ ഉള്ളത് കത്തിയിട്ടുണ്ടാവും. കത്താത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഇത് നമ്മുടെ കോഴിക്കോടാണ്. ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ കൂടെ 3 ആളുകളുണ്ട്. 3 ആളും നല്ല ഉറക്കലാണ്. ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വന്ന് അവിടുന്ന് വരുന്ന വഴിയിലാണ് ഇവിടെ ഈ ഒരു സമയത്ത് കോഴിക്കോട് എത്തിയല്ലോ. എന്നാലും ഇവിടെ കുറ്റിച്ചിറ ഈ സമയത്ത് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലിൻ്റെ നല്ല തിരക്കാണ്. നമുക്കത് കാണുകയും ചെയ്യാം. അവിടുത്തെ ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ സൈഡാക്കിയത്. അപ്പോൾ പിന്നെ ഒരു 3 ആളും അങ്ങോട്ട് ഉറങ്ങി. വണ്ടിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ്ട് ആ ഹോട്ടലിൻ്റെ നേരെ മുന്നിൽ ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് പോലെ. അവിടെ ഇരുന്നപ്പോഴും അവിടെ കിടന്ന് ഉറങ്ങി തന്നെയാണ്. ഏതായാലും രാവിലെ 4 മണി മുതൽ ആളുകൾ ഈ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഈ ഹോട്ടലിൽ പൊരിച്ചെടുക്കുന്ന മീൻ തിന്നാനും അതേപോലെ തന്നെ ബീഫ് ഫ്രൈ മാത്രമല്ല, ബീഫ് കറി. ഇതൊക്കെ കൂട്ടുന്നത് എന്തൊക്കെയാണെന്നറിയോ? നല്ല പഴംപൊരി, പൊരിച്ച പത്തിരി, പൊറാട്ട പിന്നെ പൊറാട്ട അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ തിന്നൽ. പഴംപൊരി നമ്മൾ ബീഫ് കൂട്ടി തിന്നാറുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ ഈ രാവിലെ തന്നെ ഗ്യാങ്ങായിട്ട് വന്നിട്ട് ഒരു വൈബ് ഉണ്ടാക്കുന്നത്. സംഗതി തിന്നാൻ വലിയ തരക്കേടൊന്നുമില്ല, പക്ഷേ രാവിലെ തന്നെയാണ് ഈ ബീഫ് ഫ്രൈയും പഴംപൊരിയും തിന്നാൻ വേണ്ടിയിട്ട് കാത്തിക്കണമെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ്. ഏതായാലും ഇത് നമ്മളെ കുറ്റിച്ചിറ മിഷ്കാല് പള്ളീൻ്റെ അടുത്താണ്. ഞങ്ങൾ കഴിഞ്ഞ് നേരെ മിഷ്കാല് പള്ളി പോയി നിസ്കരിച്ചിട്ടൊക്കെയാണ് തിരിച്ച് പോകുന്നത്. ഇവിടെ 2 ഹോട്ടലുകളാണ് കേട്ടോ കണ്ടത്. ഒന്ന് ചാമ്പ്യൻസും മറ്റൊന്ന് എടയില ഹോട്ടലും. അതിൽ എടയില ഹോട്ടൽ അന്ന് തുറന്നിട്ടില്ല ഞങ്ങൾ പോയെന്ന്. അപ്പോൾ തെറ്റില്ലാത്തൊരു വൈബാണ്. ഒന്ന് വന്ന് നോക്കി, വേണമെങ്കിൽ അതിനായിട്ട് വരണമെന്നൊന്നുമില്ല. ഇതിലെ പോകുമ്പം ആ സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പൂതിയാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കി.